بسم الله الرحمن الرحيم. وإذا تتلى عليهم آياتنا بينات قالوا ما هذا إلا رجل يريد أن يصدكم عما كان يعبد آباؤكم وقالوا ما هذا إلا إفك مفترى وقال الذين كفروا للحق لما جاءهم إن هذا إلا سحر مبين وما آتيناهم من كتب يدرسونها وما أرسلنا إليهم قبلك من نذير وكذب الذين من قبلهم وما بلغوا معشار ما آتيناهم فكذبوا رسلي فكيف كان نكير. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1487 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായമായ സൂറത്ത് സബയിലെ 43 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. بسم الله الرحمن الرحيم وإذا تتلى عليهم آياتنا بينات قالوا ما هذا إلا رجل يريد أن يصدكم عما كان يعبد آباؤكم وقالوا ما هذا إلا إفك مفترى وقال الذين كفروا للحق لما جاءهم إن هذا إلا سحر مبين وما آتيناهم من كتب يدرسونها وما أرسلنا إليهم قبلك من نذير وكذب الذين من قبلهم وما بلغوا معشار ما آتيناهم فكذبوا رسلي فكيف كان نكير. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് സബയിലെ 43 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യഘട്ടത്തിലെ പ്രബോധിത സമൂഹത്തെ പരാമർശിച്ചുകൊണ്ടാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തെ ആയത്തുകളിൽ ചില വിഷയങ്ങൾ പ്രതിപാദിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയുണ്ടായത്. അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഘട്ടത്തിൽ എല്ലാവരും തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നാളിൽ മലക്കുകളോടായിട്ട് അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഭാഗത്ത് പരാമർശിക്കപ്പെടുകയുണ്ടായി. അള്ളാഹു അവരോട് ചോദിക്കുന്നത് ഇയ്യാക്കും കാനൂ യഅ്ബുദൂൻ, ഈ ആളുകൾ നിങ്ങളെ ആയിരുന്നോ ആരാധിച്ചിരുന്നത് എന്നതാണ് അള്ളാഹു മലക്കുകളോടായിട്ട് ചോദിക്കുന്നത്. മലക്കുകൾ ഒരിക്കലും തന്നെ ആരാധിക്കപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന വിധത്തിലല്ല പ്രതികരണം നൽകുന്നത്. അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ടും അള്ളാഹുവിനെ തങ്ങളുടെ സംരക്ഷകനും രക്ഷാധികാരിയും വലിയുമൊക്കെയായി പരാമർശിച്ചുകൊണ്ടും അവര് ആരെങ്കിലും തങ്ങളെ ആരാധിക്കുവാൻ മെനക്കെട്ട് മുതിർന്ന് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ
ഞങ്ങൾ അതിന് ഉത്തരവാദികളായിരുന്നില്ല, ഞങ്ങൾ അത് തേടിയവരല്ല, ഞങ്ങൾ അത് ആഗ്രഹിച്ചവരോ അറിയിക്കുന്നവരോ അല്ല എന്ന വിധത്തിലാണ് അവരുടെ പ്രതികരണം. എന്നല്ല, ഇവര് ഞങ്ങളാണ് എന്ന നിലക്ക് മലക്കുകളാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിച്ചിരുന്നത് ജിന്നുകളുമായിട്ടാണ്. ജിന്നുകളെയാണ്, ജിന്നുകളിൽപ്പെട്ട ശയാത്തീന്മാരെയാണ് അവര് ആരാധിക്കുകയുണ്ടായത്. അവരിൽ അധിക പേരും ജിന്നുകളിൽ വിശ്വാസം ഉണ്ടായിരുന്ന, ജിന്നുകളെ ആരാധ്യന്മാരായി കണ്ടിരുന്ന ആളുകളായിരുന്നു എന്നാണ് തുടർന്ന് മലക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പോ ഫല്യൗമ ലാ യംലികു ബഅ്ലുകും ലിബഅ്ലിൻ നഫഅൻ വലാ ദർറ. അപ്പൊ ഇന്ന് ആ ബന്ധത്തിന് ഒന്നും യാതൊരു പ്രയോജനവും. ജിന്നുകളെ ആരാധിക്കാൻ തുനിഞ്ഞ് ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് അവരുടെ രക്ഷകരായിട്ട് ജിന്നുകൾ വരില്ല. ജിന്നുകൾ എന്തെങ്കിലും നഫ്റോ ലറോ ചെയ്യാൻ മുതിരുകയില്ല. എന്നു മാത്രല്ല, ഈ പടച്ചതമ്പുരാനോട് ഉൽമ ചെയ്ത ആളുകൾ, ആ ആളുകളോട് പറയപ്പെടുന്നത് ദൂഖു അദാബന്നാരിൽ ലത്തീ കുൻതും ബിഹാ തുകദ്ദിബൂൻ എന്നാണ്. നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരുന്ന ആ നരകശിക്ഷയെ നിങ്ങൾ വേണ്ടുവോളം അനുഭവിച്ചോളൂ എന്നാണ്, വേണ്ടുവോളം ആസ്വദിച്ചോളൂ എന്നാണ് അവരോട് ആ ഘട്ടത്തിൽ പറയപ്പെടുക. ഈ കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ആയത്തുകളുടെ അവസാനത്തിലായിട്ട് നമ്മൾ കാണുകയുണ്ടായത്. അതിനെ തുടർന്നാണ് അള്ളാഹു മക്കയിലെ ആളുകളെ തന്നെ, ആ പ്രബോധിത സമൂഹത്തിലെ ആളുകളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിനോടുള്ള പ്രതികരണത്തെ പരാമർശിച്ചുകൊണ്ട് ഇവിടെ പ്രതിപാദിക്കുന്നത്. തുടർന്ന് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് ഈ ആളുകളെ അവരുടെ നിലപാടുകളും പ്രതികരണങ്ങളും തന്നെയാണ് പ്രതിപാദ്യമായിട്ടുള്ളത്. വൈദാ തുത്ലാ അലൈഹിം ആയാത്തുന, നമ്മുടെ ആയാത്തുകൾ അവരെ കേൾപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ദൈവിക ദൃഷ്ടാന്തങ്ങളായ ആയാത്തുകൾ ഈ ആളുകൾ കേൾപ്പിക്കപ്പെട്ടാൽ, ബയ്യിനാത്തിൻ, ആയാത്തുന ബയ്യിനാത്തിൻ എന്നാണ് അല്ലാഹുവോട് പറയുന്നത്. അത് വളരെ സുവ്യക്തമായ ആയാത്തുകളാണ്. പ്രത്യക്ഷത്തിൽ തന്നെ അത് കേൾക്കുമ്പോൾ അതിന്റെ ആശയം ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നതോടെ അവർക്കത് വ്യക്തമായി ബോധ്യമാകും. മനുഷ്യർക്ക് പറയാൻ കഴിയുന്ന മനുഷ്യരചനയുടെ സാധ്യതയിൽപ്പെട്ട കാര്യങ്ങളല്ല ഈ ആയാത്തുകളിൽ അടങ്ങിയിട്ടുള്ളത് എന്നത്. ദൈവിക ദൃഷ്ടാന്തങ്ങളാണ്, ദൈവിക വചനങ്ങളാണ് എന്നത് അവർക്ക് വളരെ വ്യക്തതയോടുകൂടി തന്നെ ബോധ്യപ്പെടും. കാരണം അത് തീർത്തും വ്യത്യസ്തമാണ്. മനുഷ്യന്റെ അട്ടറൻസസിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സംഗതികളാണ് ഈ ആയാത്തുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആയാത്തുകളെ, ഈ തെളിമയുള്ള, വ്യക്തതയുള്ള, വ്യക്തമായിട്ടും ദൈവികതയുള്ളതായിട്ട് ബോധ്യപ്പെടുന്ന ആയാത്തുകൾ അവരെ കേൾപ്പിക്കപ്പെട്ടാൽ ഖാലു, അവരുടെ പ്രതികരണം, അവര് മറുപടിയായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: മാ ഹാദാ ഇല്ലാ റജുലുൻ യുരീദു അൻ യസുദ്ദക്കും അമ്മാ കാന യഅ്ബുദു ആബാഉക്കും. ഇതാണ് അവരുടെ ഒരു പൊളിറ്റിക്കൽ റെസ്പോൺസ് എന്ന് പറയുന്നതിന് വേണമെങ്കിൽ. ഒരു കാര്യത്തെ നേർക്കുനേരെ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കുന്നതിന് നമുക്ക് നമ്മുടെ സാധാരണഗതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. എന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതില് എവിടെയാണ് നമ്മുടെ താല്പര്യം കിടക്കുന്നത്, നമ്മുടെ താല്പര്യവുമായിട്ട് അത് എവിടെയാണ് ഇടയുന്നത് എന്നതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജാൺ നേരത്തെ എറിയുന്ന ഒരു രീതി, അതിന് നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ഒരു പൊളിറ്റിക്കൽ റെസ്പോൺസ് എന്ന് പറയാം. അത് ഒരു നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രയോഗമാണത്, പൊളിറ്റിക്കൽ റെസ്പോൺസ് എന്ന്. ഒരു രാഷ്ട്രീയമായ ഒരു പ്രതികരണം എന്ന്. രാഷ്ട്രീയമായ പ്രതികരണം സത്യസന്ധമായ വസ്തുതാപരമായ പ്രതികരണം അല്ല, ആവുകയില്ല. മറിച്ച് ഈ പറയപ്പെട്ട കാര്യത്തിന് യഥാർത്ഥത്തിൽ നമ്മുടെ പൊസിഷനിൽ നിന്നുകൊണ്ട് എന്ത് മറുപടി നൽകണം
എന്ന വിധത്തിൽ ആലോചിച്ചുകൊണ്ട് നൽകുന്ന ഒരു പ്രതികരണമാണ്. അപ്പോ നമ്മുടെ ദൃഷ്ടാന്തങ്ങള് തെളിമയുള്ള കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന, ദൈവികത വെളിപ്പെടുത്തുന്ന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ ആയാത്തുകൾ അവരെ കേൾപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഖാലു, എന്താണ് അവരുടെ മറുപടി, എന്താണ് അവരുടെ പ്രതികരണം? മാ ഹാദാ ഇല്ലാ റജുലുൻ യുരീദു അൻ യസുദ്ദക്കും അമ്മാ കാന യഅ്ബുദു ആബാഉക്കും. ഈ മനുഷ്യ ഇത് ഒരു മാ ഹാദാ ഇല്ലാ റജുലുൻ, ഇതൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ മാത്രമാണ്, ഒരു സാധാരണ മനുഷ്യനാണ്. യുരീദു അൻ യസുദ്ദക്കും, ഇയാൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ തടയാൻ വേണ്ടിയാണ്. അമ്മാ കാന യഅ്ബുദു ആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാര് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന, ആരാധന ചെയ്തുകൊണ്ടിരുന്നവയിൽ നിന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്ന ആളാണ് ഇപ്പോ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വിധത്തിലാണ് അവരുടെ പ്രതികരണം. ഈ പറഞ്ഞ കാര്യത്തിന്റെ മെറിറ്റ് പരിശോധിക്കാൻ അവർ സന്നദ്ധാവുന്നില്ല. അത് യുക്തിഭദ്രമാണോ, ബുദ്ധിപരമാണോ, അംഗീകരിക്കാൻ പറ്റുന്ന ശാസ്ത്രീയ അടിത്തറയുള്ള കാര്യമാണോ എന്നതൊന്നുമല്ല അവരുടെ താല്പര്യം. അത് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൽ നമ്മുടെ താല്പര്യങ്ങൾ എവിടെയാണ് എന്നത് വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഇവര് നൽകുന്നത്. മാ ഹാദാ ഇല്ലാ റജുലുൻ, ഇതൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ് കേട്ടോ. യുരീദു അൻ യസുദ്ദക്കും അമ്മാ യഅ്ബുദു ആബാഉക്കും, നിങ്ങളുടെ പ്രപിതാക്കന്മാര് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന, ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരുന്നവയൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ ദൈവിക മൂർത്തികളായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്ന ശക്തികളോ അല്ലെങ്കിൽ രൂപങ്ങളോ ഒക്കെ, അവയിൽ നിന്നൊക്കെ നിങ്ങളെ തടയുക എന്നതാണ് ഈ മനുഷ്യൻ ലക്ഷ്യമിടുന്നത്. അവയെ ആരാധിക്കുന്നത് മുടക്കുക എന്നതാണ് ഇവരുടെ താല്പര്യം, ഈ വ്യക്തിയുടെ താല്പര്യം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അള്ളാഹുവിന്റെ ആയാത്തുകൾ കേൾപ്പിച്ചപ്പോ അവര് പ്രതികരണമായിട്ട് പറയുകയുണ്ടായത്. അപ്പൊ ഈ ആയാത്തുകള് വസ്തുനിഷ്ഠമാണോ, യുക്തിഭദ്രമാണോ, ബുദ്ധിക്ക് നിരക്കുന്നതാണോ എന്നതൊന്നും പരിശോധിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള ശ്രമമല്ല അവരുടെ ഭാഗത്തു നിന്നുള്ളത്. മറിച്ച് ഈ ആയാത്തുകൾ കേൾപ്പിക്കുന്ന പ്രവാചകനെ ഒന്ന്, പ്രവാചകന്റെ എല്ലാ നിലക്കും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്ന ചില പ്രത്യേകതകള് അവര് മറച്ചു പിടിക്കുകയാണ്. ഒന്നാമത്, അദ്ദേഹത്തെ വളരെ സാധാരണനായ ഒരാളായിട്ട് മാത്രം പരിമിതപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു ഹിയറിംഗ് ഒന്നും കൊടുക്കേണ്ടതില്ല എന്ന വിധത്തിലാണ് അവരുടെ റെസ്പോൺസ്. എന്നിട്ട് പറയുന്നത് മാത്രമല്ല, അയാൾക്ക് അതിലൊരു ഹിഡൻ ഇൻട്രസ്റ്റും ഉണ്ട്, ഒരു ഹിഡൻ അജണ്ട അയാളുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ട്. അതെന്താണ്? നിങ്ങള് നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നിങ്ങളുടെ പ്രപിതാക്കന്മാരിൽ നിന്ന് അനന്തരമായി ഏറ്റുവാങ്ങിയിട്ടുള്ള നിങ്ങളുടെ ചില സംഗതികളുണ്ടല്ലോ, നിങ്ങളുടെ ആരാധ്യന്മാരും നിങ്ങളുടെ ദൈവങ്ങളും ദേവന്മാരും ദേവിമാരും ഒക്കെ ആയിട്ടുള്ള ഇതിനെയൊക്കെ ഇവയിൽ നിന്നൊക്കെ നിങ്ങളെ തടയുക എന്നതാണ് ഇയാൾ ലക്ഷ്യമിടുന്ന കാര്യം. അപ്പൊ ഇത് ഒരു കുലപരമായ അല്ലെങ്കിൽ വർഗപരമായ ഒരു കണക്ക് തീർക്കുന്ന പോലെയുള്ള ഒരു ഏർപ്പാടാണ്. ഈ കക്ഷി നിങ്ങളടുത്ത് വന്ന് നിങ്ങളുടെ ഗുണകാംക്ഷയിലൊന്നുമല്ല, നിങ്ങൾക്ക് നന്മ ഉണ്ടാവണം, നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവണം എന്നൊന്നുമില്ല. അയാൾക്ക് വേറെ ചില താല്പര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ കുടുംബപരമായ, വംശപരമായ, നിങ്ങളുടെ മേൽവിലാസം പോലും ആയി മാറിയിട്ടുള്ള പലതും ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നിങ്ങളെ അകറ്റുക എന്നതാണ്, തടഞ്ഞു നിർത്തുക എന്നതാണ് ഇയാള് ലക്ഷ്യമിടുന്ന കാര്യം എന്നാണ് ഈ ആളുകൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുണ്ടായത്. ഖാലു മാ ഹാദാ ഇല്ലാ റജുലുൻ യുരീദു അൻ യസുദ്ദക്കും അമ്മാ കാന യഅ്ബുദു ആബാഉക്കും. എന്നിട്ട് തുടർന്ന് വഖാലു, അവര് തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വഖാലു, അവരിങ്ങനെ കൂടി പറഞ്ഞു. എന്താണത്? മാ ഹാദാ ഇല്ലാ ഇഫ്കുൻ മുഫ്തറ, ഇത്
തീർത്തും വ്യാജമായ വിധത്തില് ചമച്ചുണ്ടാക്കിയ ഫോർജ് ചെയ്ത ഒരു സംഗതിയാണ് കേട്ടോ. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യത്തെ, ഇന്റൻഷനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വർത്തമാനം പറഞ്ഞു. ഇപ്പോ ഖുർആനെ തള്ളിക്കളയുന്ന വിധത്തില് ഖുർആന്റെ സ്വീകാര്യത ഇല്ലായികയെ കുറിച്ചാണ് അവർ പറയുന്നത്. ഹാദാ ഇഫ്കുൻ ഇഫ്തറാഹു മാ ഹാദാ ഇല്ല ഇഫ്കുൻ മുഫ്തറ. ഇത് ചമച്ചുണ്ടാക്കിയ ഒരു വ്യാജമായ സംഗതി മാത്രമാണ്. ഇത് ശരിക്കുള്ള ഒരു രചന പോലും അല്ല. ഒരാള് സ്വന്തം താല്പര്യത്തോടു കൂടി സ്വന്തം ഭാവനയെ ആശ്രയിച്ചുകൊണ്ട് രചിച്ച ഒരു സംഗതിക്ക് നമ്മൾ ഇഫ്ക് എന്ന് പറയില്ലല്ലോ. ഇത് ഇഫ്കാണ്. മാത്രമല്ല അത് അങ്ങനെ വ്യാജമായിട്ട് ശരിയായ രീതിയിലല്ലാതെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതുമാണ്. ഇതില് പലതും പലയിടത്തു നിന്നൊക്കെ വന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം. എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്ലേജറിസം ടെസ്റ്റ് പോലും ക്വാളിഫൈ ചെയ്യാത്ത ഒരു സംഗതിയാണ് എന്നതാണ് ഈ ആളുകൾ പറയുന്ന കാര്യം. ഒരാള് സ്വന്തം കാവ്യഭാവനയെ ആശ്രയിച്ചുകൊണ്ട് ഒരു കവിത രചിച്ചാല് അതിനൊരു ഒറിജിനാലിറ്റി ഉണ്ട്, മൗലികത ഉണ്ടല്ലോ. ആ മൗലികത പോലും ഇല്ലാത്ത ഒരു സംഗതിയാണ് ഇപ്പോ ഇദ്ദേഹം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി. മാ ഹാദാ ഇല്ലാ ഇഫ്കുൻ മുഫ്തറ. വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു സംഗതി മാത്രമാണിത്. വഖാല അല്ലദീന കഫറൂ ലിൽ ഹഖ് ലമ്മാ ജാഅഹും. അങ്ങനെ ദൈവിക യാഥാർത്ഥ്യം അവരുടെ മുന്നിൽ വെളിപ്പെട്ടു വന്നപ്പോ ഈ നിഷേധികള് പറയുകയുണ്ടായത് ലമ്മാ ജാഅഹും, അത് അവരുടെ കൺമുന്നിലേക്ക് എത്തിയപ്പോ ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ, ഇത് കേവലം ആഭിചാരക്രിയ മാത്രമാണ് എന്നാണ് അവർ പറഞ്ഞത്. പല ഘട്ടങ്ങളിലായിട്ട് മക്കയിലെ മുശ്രിക്കുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിനോട് പ്രതികരിച്ച കാര്യങ്ങളെയാണ് അള്ളാഹുവിടെ പരാമർശിക്കുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സാധാരണ മനുഷ്യൻ നിങ്ങളുടെ പൂർവികരുടെ ആരാധ്യന്മാരിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി രംഗത്ത് വന്ന ഒരാളാണ് ഇയാള് എന്ന നിലക്ക് പറഞ്ഞു. പിന്നെ ഖുർആനെ കുറിച്ച് പരാമർശിക്കുകയാണ്, അത് തീർത്തും വ്യാജമായി ചമച്ചുണ്ടാക്കിയ ഒരു സംഗതി മാത്രമാണ്, അതിനൊരു പ്രസക്തിയില്ല, അതിനൊരു പ്രാധാന്യമില്ല. അതിൽ പറയുന്ന കാര്യങ്ങൾ പലതും പലയിടത്തും കാണാൻ സാധിക്കും. അത് വ്യാജമായി കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സംഗതി മാത്രമാണ് എന്നാണ്. എന്നാൽ അള്ളാഹു ഈ ആയാത്തുകളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പച്ച പരമാർത്ഥമാണ് എന്ന കാര്യം സത്യസന്ധതയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുമല്ലോ. അങ്ങനെ സത്യം വെളിപ്പെട്ടുകൊണ്ടിരുന്നപ്പോ അവര് പറയുന്ന കാര്യം എന്താണ്? അവര് പറഞ്ഞത് ഇന്ന ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ എന്നാണ്. ഇത് വെറും ആഭിചാരക്രിയ മാത്രമാണ്. കാരണം സമൂഹത്തില് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സാത്വികമായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന തരം ആളുകള് ഈ ഖുർആന്റെ വശ്യമായ ആ കാര്യങ്ങളിൽ, അതിന്റെ ആശയങ്ങളിലും അതിന്റെ രചനാപരമായ വശ്യതയിലൊക്കെ ആകൃഷ്ടരായി അവര് അതിന്റെ അനുയായികളായി മാറുന്നത് അവർ കാണുക. സത്യമാണത് എന്ന് പലർക്കും ബോധ്യപ്പെടുകയാണ്. പലരും അത് പിൻപറ്റുന്ന ആളുകളായി മാറുകയാണ്. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നത് സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉയരും. ഇത് വ്യാജമായി ചമച്ചുണ്ടാക്കിയതാണെങ്കിൽ വ്യാജമായി കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സംഗതിക്ക് ഇങ്ങനെ ആക്സെപ്റ്റൻസ് കിട്ടും. അത് ആളുകൾക്ക് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സംഗതിയായി മാറും. അതെല്ലാവർക്കും മനസ്സിലാവില്ല, അത് വ്യാജമായ രചനയാണ്, പലതും പല ഭാഗത്തുനിന്നും എടുത്ത് കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സംഗതിയാണെന്ന് ബോധ്യപ്പെടുമല്ലോ. അത് ആളുകളിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുകയല്ലല്ലോ ചെയ്യുക. ജെനുവിനായ ഒരു സർഗാത്മകത അല്ല അതിലുള്ളത് എന്നാണ് ഇവർ പറയുന്നത് ഒരു ഘട്ടത്തില്. പക്ഷെ ആളുകളിൽ അത് വലിയ സ്വാധീനം ഉണ്ടാക്കുന്നു, ആളുകൾക്ക് സത്യമാണ് അതെന്ന് ബോധ്യപ്പെടുന്നു, പലരും അതിനെ പിന്തുടരുന്ന, അതിനെ ഫോളോ ചെയ്യുന്ന ആളുകളായി മാറുന്നു. അത് കാണുമ്പോൾ അവർ പറയുന്നത് എന്താ? ഇത് ആഭിചാരക്രിയയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ
ഈ ആളുകളൊന്നും നേരാവണ്ണം ദൈക്ഷണികമായി ബുദ്ധിപരമായി കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് ആകൃഷ്ടരായ ആളുകളല്ല. മറിച്ച് അവരുടെ മേലൊരു മാജിക് സ്പെല്ലാണ്, ഒരു ആഭിചാര ക്രിയയുടെ ഒരു സ്പെൽ അവരെ പിടികൂടിയിരിക്കുകയാണ്. അതൊരു തരം മാന്ത്രികതയാണ്. അവരൊരു മാന്ത്രിക വലയത്തിൽ അകപ്പെട്ടതാണ്. ഇത് ഒരു മരണ ക്രിയ മാത്രമാണ്. ഇതിൽ യാതൊരു യാഥാർത്ഥ്യവും ഇല്ല. ഇത് ഒരു ബ്ലാക്ക് മാജിക് ആണ് എന്നൊക്കെയാണ് അവർ പിന്നെ പറയാൻ തുടങ്ങുന്നത്. കാരണം ഇതിന് ഒരു സ്വാധീനം ഇല്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ആളുകളെ അത് വല്ലാതെ ആകർഷിക്കുന്നു, പിടിച്ചിരുത്തുന്നു, അവരെ മൗലികമായ ചില നിലപാടുകളുള്ളവരാക്കി മാറ്റുന്നു, ചില വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ അത് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോ അവര് നൽകുന്ന പ്രതികരണം ഇതാണ്: ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ. ഇത് വല്ലാത്തൊരു ഒരു ആഭിചാരക്രിയയാണ്, ഒരു മാന്ത്രികത പ്രയോഗിക്കപ്പെട്ടതാണ്. ആളുകൾ ഇതിൽ ചെന്ന് വീഴുന്നത് അതിന്റെ മാന്ത്രിക ശേഷി കൊണ്ടാണ് എന്നാണ്, അതിന്റെ ആഭിചാരക്രിയ എന്നുള്ള നിലക്കുള്ള ജനങ്ങളുടെ മേലുള്ള സ്വാധീനമാണ് എന്ന നിലക്കാണ് അവരതിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. ഇത് കേവലം കെട്ടുകഥയാണ്, ചമച്ചുണ്ടാക്കിയതാണ്, പലതും ചേർത്ത് വെച്ച് തുന്നിക്കൂട്ടിയതാണ് എന്നതാണെങ്കിൽ ഇങ്ങനെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ അതിന് സാധിക്കൂലല്ലോ. ഇതാണ് അവരുടെ ലോജിക്. അതുകൊണ്ട് പിന്നെ ഇത് ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് കാണുമ്പോഴാണ് യാഥാർത്ഥ്യമായിട്ട് അത് പുലരുന്നു. പലർക്കും അത് യാഥാർത്ഥ്യമായിട്ട് ബോധ്യപ്പെടുന്നു, അവര് അതിനെ ഉൾക്കൊള്ളുന്നു. അത് കാണുമ്പോ അവരുടെ പ്രതികരണം ഇൻഹാദ ഇല്ലാ സിഹ്റും മുബീൻ. അവര് നിലപാടിൽ അല്പം മാറ്റം വരികയാണ്. ഇത് നേരത്തെ ചമച്ചുണ്ടാക്കിയതെന്ന് പറഞ്ഞ ആളുകള് ഇത് ആഭിചാരക്രിയ ആണ്, ഇത് കേവലം മാന്ത്രികതയാണ് എന്നൊക്കെ പറയുന്നവരായിട്ട് മാറുകയാണ് ആ ഒരു ഘട്ടത്തിൽ. ഇതാണ് ആളുകൾ നൽകിയ പ്രതികരണം. എന്നാൽ നേരത്തെ അവർ നടത്തിയ ചില അവകാശവാദങ്ങളെ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു അവർക്കുള്ള മറുപടി ഇവിടെ നൽകുന്നത്. ഞങ്ങളാണ് സമ്പന്നര്, ഞങ്ങൾക്കാണ് മക്കളൊക്കെ കൂടുതലുള്ളത്, സ്വാധീനവും ശക്തിയും ഒക്കെയുള്ള, ആൾബലമുള്ള, അതുപോലെ തലമുറകളായിട്ട് തന്നെ സാമ്പത്തികമായിട്ടൊക്കെ ഭദ്രതയുള്ള വരേണ്യ സവർണ വിഭാഗം ഞങ്ങളാണ് എന്ന മേധാവിത്വ ബോധമാണ് അവരുടെ വായകളിൽ നിന്ന് സംസാരത്തിലൂടെ പലപ്പോഴും പുറപ്പെട്ടു വന്നിരുന്നത്. അപ്പൊ ഈ ഒരു സംഗതിയെ കൂടി പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു തുടർന്നുള്ള 2 ആയത്തുകളിൽ ചില കാര്യങ്ങൾ പറയുന്നത്. അള്ളാഹു അതിനിടക്ക് പറയുന്ന നോക്ക്, വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹ. ഇവർക്ക് പഠിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വേദഗ്രന്ഥവും നാം അവർക്ക് നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നില്ല. മക്കയിലെ ആളുകളെ, ഈ നിഷേധികളായ ബഹുദൈവ വിശ്വാസികളായ ആളുകളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, തലമുറകളോളം ആ സമൂഹത്തിന് അള്ളാഹുവിന്റെ വേദഗ്രന്ഥം ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. വമാ ആതൈനാഹും മിൻ കുതുബിൻ. നാം അവർക്ക് വേദഗ്രന്ഥങ്ങളൊന്നും നൽകിയിട്ടുണ്ടായിരുന്നില്ല. യദ്റുസൂനഹ. എന്നിട്ടല്ലേ അവർക്കത് പഠിക്കുകയും അതിൽ നിന്ന് മൂല്യങ്ങൾ ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നത്? അതൊന്നും ഉണ്ടായിരുന്നില്ല. നൂറ്റാണ്ടുകളായിട്ട് അവർ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അകലെയായിട്ടാണ് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇവരിപ്പോ പിന്തുടർന്നു വരുന്ന ഇവരുടെ പൂർവികരുടെ മാതൃകയായിട്ട് ഇവരിപ്പോ ശിരസിലേറ്റി കൊണ്ട് നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും തന്നെ യഥാർത്ഥത്തില് എന്തെങ്കിലും ശരിയായ അടിത്തറയുള്ള കാര്യങ്ങളല്ല. വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹ. അവര് പഠിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള വേദഗ്രന്ഥങ്ങളൊന്നും നാം അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ല. വമാ അർസൽനാ ഇലൈഹിം ഖബ്ലക മിൻ നദീർ. താങ്കൾക്ക് മുമ്പ് ഇവരിലേക്ക് നാം ഒരു താക്കീതുകാരനെ അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും കാലം പിന്നിട്ടതിന് ശേഷം പല നൂറ്റാണ്ടുകളായിട്ട് ഈ സമൂഹം ദൈവികമായ മാർഗദർശനത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. തലമുറകളോളം ഇവർക്ക് പിന്തുടരാൻ പറ്റുന്ന വിധത്തിലുള്ള ദൈവിക മാർഗദർശനം ലഭ്യമാക്കുന്ന സംവിധാനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല.
അവരിലേക്ക് വേദഗ്രന്ഥങ്ങൾ ഇറക്കപ്പെട്ടിരുന്നില്ല. അവരെ മാർഗദർശനം ചെയ്യുന്ന ദൂതന്മാർ അവരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. താക്കീതുകാരോ സന്തോഷ വാർത്ത നൽകുന്നവരായിട്ടോ ദൂതന്മാർ അവരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ അവസ്ഥ. അവര് തികഞ്ഞ അന്ധകാരത്തിലായിരുന്നു എന്നതാണ് വസ്തുത. ആ അന്ധകാരത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് ഇപ്പോ ദൈവിക നിശ്ചയപ്രകാരം അവരിലേക്ക് അള്ളാഹു ഒരു ദൂതനെ അയച്ചിരിക്കുന്നത്. ആ ദൂതൻ പക്ഷെ അവരിലേക്ക് മാത്രമായിട്ടുള്ള ആളുമല്ല, മുഴു ലോകത്തെയും മുഴുവൻ മനുഷ്യർക്കുമായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന റഹ്മത്തുൽ ആലമീനായിട്ട് കാഫത്തൻ ലിന്നാസ് ആയിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകനാണ്. അപ്പോ അള്ളാഹു കൂടെ പറയുന്നത് വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹ, അവർക്ക് നാം ഒരു വേദഗ്രന്ഥവും നൽകിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് വേണ്ടേ അത് അവർക്കൊന്ന് പഠിച്ച് അവരുടെ ജീവിതത്തിന്റെ അടിത്തറയാക്കി പ്രയോജനപ്പെടുത്താൻ. അപ്പോ എന്തെങ്കിലും ദൈവിക വെളിപ്പാടുകളുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അടിത്തറയുള്ള ജീവിത ദർശനം ഈ കൂട്ടർക്കില്ല. കാരണം അവർക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പൂർവിക പ്രവാചകന്മാരിലൂടെ അവർക്ക് ലഭിച്ചിരുന്നതൊക്കെയും തന്നെ അതിന്റെ എല്ലാ പ്രകാശ സാധ്യതകളും അതിൽ നിന്ന് വെളിച്ചം പകർന്നെടുക്കാനുള്ള സകല സാധ്യതകളും അടഞ്ഞു പോയിട്ടും ഇല്ലാതായി പോയിട്ടും ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഇവര് വളരെ അകറ്റപ്പെടുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല വമാ അർസൽനാ ഇലൈഹിം ഖബ്ലക മിൻ നദീർ, താങ്കൾക്ക് മുമ്പായിട്ട് ഇവരിലേക്കായി നാം ദൂതന്മാരെ താക്കീതുകാരെ അയച്ചിട്ടും ഉണ്ടായിരുന്നില്ല എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടം മുതൽ പുറകോട്ട് ഒരുപാട് കാലത്തെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് അള്ളാഹുവിടെ നടത്തുന്നത്. മക്ക ഭൂപ്രദേശത്ത് ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല എന്നല്ല അള്ളാഹു പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തലമുറ ഉണ്ടല്ലോ, ആ തലമുറയിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അവരുടെ പൂർവികരായ പല തലമുറകൾക്കും ദൈവിക മാർഗദർശനം നൽകുന്ന വിധത്തിൽ വേദഗ്രന്ഥമോ പ്രവാചകനോ എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. എന്നിട്ട് അള്ളാഹു പറയാ വകദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, വകദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ള പലരും നിഷേധികളായിട്ട് തന്നെയാണ് കഴിയുകയുണ്ടായത്. ഇവരുടെ പൂർവികരായ പല സമൂഹങ്ങളും പല തലമുറകളും സത്യനിഷേധത്തിൽ തന്നെയാണ് നിലകൊള്ളുകയുണ്ടായത്. എന്നാൽ അവരുടെ വമാ ബലഗു മിഅ്ശാറ മാ ആതൈനാഹും, ഈ കൂട്ടരുണ്ടല്ലോ ഇപ്പൊ മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങളാണ് സമ്പന്നര്, ഞങ്ങളാണ് വരേണ്ടത്, ഞങ്ങൾക്കാണ് ആൾബലം ഉള്ളത്, ഞങ്ങൾക്കാണ് സാമ്പത്തിക ശേഷിയുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ, അതുകൊണ്ട് ഞങ്ങളെ അങ്ങനെ തോൽപ്പിക്കാമെന്നൊന്നും ആലോചിക്കേണ്ട എന്ന നിലക്ക് വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കയിലെ പ്രബോധിത സമൂഹം, അവരെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയാണ് ഇവരുടെ പൂർവികര് നിഷേധികൾ തന്നെയായിരുന്നു. സത്യനിഷേധത്തിൽ തന്നെയാണ് അവര് നിലക്കൊണ്ടിരുന്നത്. എന്നാൽ അവർക്ക് നൽകപ്പെട്ടിരുന്നതിന്റെ ഒരു 10% പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പൊ ഇവര് വീമ്പിളക്കുന്നത് അവര് സാമ്പത്തിക ശേഷിയും സന്താന ബലവും അല്ലെങ്കിൽ ആൾബലവും ഒക്കെ ഉള്ളവരാണ് എന്ന മികവ് പറഞ്ഞുകൊണ്ടാണല്ലോ. എന്നാൽ ഇവരുടെ പൂർവികർക്ക് നൽകപ്പെട്ടിരുന്ന ഭൗതികമായ ഇത്തരം ദൈവിക അനുഗ്രഹങ്ങൾ, അത് സമ്പത്തിന്റെ രൂപത്തിലായാലും ആൾബലത്തിന്റെ രൂപത്തിലായാലും പൂർവികർക്ക് നൽകപ്പെട്ടിരുന്നതിന്റെ 10% പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല. മക്കയിൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ആളുകള് ലോകത്ത് എന്തെങ്കിലും മേഖലയിൽ മേധാവിത്വം നേടിയിരുന്ന അതിശക്തന്മാരായ ആളുകളായിരുന്നില്ല. അവരുടെ പൂർവികർ ഇവരെക്കാളൊക്കെ വലിയ മികവുണ്ടായിരുന്നവരാണ് പല കാര്യത്തിലും. അള്ളാഹു അവർക്ക് വലിയ മികവുള്ള പലതും നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ ആദ സമൂഹം അവരിൽ നിന്ന് വളരെ അകലെയായിരുന്നില്ല. അതുപോലെ സമൂദ് സമൂഹം അവരിൽ നിന്ന് വളരെ അകലെയായിരുന്നില്ല. ലൂത്ത് അലൈഹിസ്ലാമിന്റെ സമൂഹവും ഷുഐബ് അലൈഹിസ്ലാമിന്റെ സമൂഹവും ഒന്നും തന്നെ ഈ മക്കയിലെ ഇപ്പോ അഭിസംബോധന ചെയ്യപ്പെടുന്ന ആളുകളിൽ നിന്ന് വളരെയൊന്നും അകലെ ആയിരുന്നില്ല. അവരൊക്കെ ഇവരുടെ പൂർവികരായിട്ട് ചുറ്റുവട്ടത്തുണ്ടായിരുന്ന കൂട്ടർ തന്നെയാണ്.
അവര് പല മേഖലകളിലും വലിയ മികവ് നേടിയിരുന്ന, അവരെ അഹങ്കാരികളാക്കി മാറ്റാൻ മാത്രം ഉള്ള പല നേട്ടങ്ങളും കൈവരിക്കാൻ കഴിഞ്ഞ ആളുകളായിരുന്നു. എന്ന് പറഞ്ഞാൽ മക്കയിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ആളുകൾക്ക് കരഗതമാക്കാൻ കഴിഞ്ഞിരുന്ന ഭൗതിക നേട്ടങ്ങള് അവരുടെ പൂർവികരെ താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് കിട്ടിയിരുന്നതിന്റെ 10-1 പോലും ഉണ്ടായിരുന്നില്ല ഇല്ല എന്നതാണ് വസ്തുത. അപ്പോ ഇവിടെ കസബല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുന്നേ ഉണ്ടായിരുന്ന കൂട്ടരൊക്കെയും തന്നെ നിഷേധികളായിട്ട് ജീവിച്ചു. വ്യാജമാക്കുന്ന അള്ളാഹുവിന്റെ ദൈവിക സന്ദേശങ്ങളെ നിഷേധിക്കുന്നവരായി, സത്യനിഷേധികളായിട്ടൊക്കെയാണ് അവരുടെ ജീവിതം ഉണ്ടായിരുന്നത്. അവരുടെ ആന്തരികമായ പ്രേരണ പോലും അങ്ങനെയാണല്ലോ. ഏതൊരു മനുഷ്യനും ഹഖിന്റെയും ലലാലത്തിന്റെയും വഴികൾ അല്ലാഹു അവരുടെ മനസ്സിൽ ഇൽഹാമ് ചെയ്തു കൊടുക്കും. അൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വഹദൈനാഹുൻ നജ്ദൈൻ എന്ന് വേറൊരിടത്തും പറയുന്നുണ്ട്. അവർക്ക് 2 മാർഗങ്ങൾ നാം കാണിച്ചു കൊടുത്തു. അതുപോലെ തഖ്വയുടെ മാർഗം ഏത്, ഫുജൂറിന്റെ മാർഗം ഏത് എന്നത് അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. ഇങ്ങനെ ഒരു ബോധം മനസ്സിലേക്ക് കടന്നു വരാത്ത സ്വബോധമുള്ള ഒരാളും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ ശരി തെറ്റുകളെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ ആളുകൾ, ഇവരുടെ പൂർവികരും നിഷേധികളാവുകയാണ് ഉണ്ടായത്. എന്നാൽ അവർക്ക് കിട്ടിയിരുന്ന ഭൗതികമായ പല മികവുകളും അതിന്റെ 10-1 പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. വമാ ബലഗൂ മിഅ്ശാറമ ആതൈനാഹു, നാം അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നതിന്റെ മിഅ്ശാറ് പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ട് ആ 10% പോലും വരാത്ത, അല്ലെങ്കിൽ 10-1 പോലും വരാത്ത ഈ മികവ് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഗർവ് കാണിക്കുന്നതും അഹന്ത കാണിക്കുന്നതും. എന്നിട്ട് ഞങ്ങളാണ് സമ്പത്തും സന്താനങ്ങളും ഒക്കെ ഏറെയുള്ളവര് എന്ന് വീമ്പിളക്കുകയും ചെയ്യുന്നത്. ഇവരുടെ പൂർവികർക്ക് കിട്ടിയിരുന്ന ഭൗതിക നേട്ടങ്ങളുടെ 10-1 പോലും കിട്ടിയിട്ടില്ലാത്തവരാണ് അത് പറഞ്ഞുകൊണ്ട് മികവ് കാണിക്കുന്നത്. ഫകസ്സബൂ റുസുലി, അങ്ങനെ ഇവരുടെ പൂർവികര് എന്ത് ചെയ്തു? വലിയ നേട്ടങ്ങളൊക്കെ അള്ളാഹു അവർക്ക് നൽകിയ ഘട്ടത്തിൽ പോലും അതിനെ വിസ്മരിച്ചുകൊണ്ട് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാരെ കളവാക്കുകയുണ്ടായി. എന്നിട്ടോ എന്തായിരുന്നു അള്ളാഹുവിന്റെ നടപടി? ഫകസ്സബൂ റുസുലി, ആദ് സമൂഹം, സമൂദ് സമൂഹം, ഷുഐബ് അലൈഹിസ്സലാമിന്റെ സമൂഹം, ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം, ഇവരൊക്കെ തന്നെ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാരെ കളവാക്കുകയും തള്ളിക്കളയുകയും ചെയ്തു. ഇന്ന് മക്കയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെക്കാളൊക്കെ വലിയ കേമന്മാരായിരുന്നു അവര്. പല മേഖലയിലും വലിയ മികവുണ്ടായിരുന്നവരായിരുന്നു. സാമ്പത്തികമായും ആൾബലം കൊണ്ടും ഒക്കെ ഒരുപാട് മുന്നിട്ട് നിന്നിരുന്ന ആളുകളായിരുന്നു. എന്നിട്ട് അവര് നിഷേധികളായി. എന്നിട്ട് അവർക്ക് വല്ല രക്ഷയുണ്ടായോ? അവരുടെ സമ്പത്ത്, അവരുടെ ആൾബലം അവർക്ക് വല്ല സഹായവും നൽകിയോ? അതാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. ഫകൈഫ കാന നകീർ, എന്നാ പിന്നെ ഒന്ന് നോക്കൂ, നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ. ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ടാവാം, ചരിത്രം വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടാവാം. നിങ്ങൾ മനസ്സിലാക്കൂ എന്താണ് കൈഫ കാന നകീർ, നമ്മുടെ തിരിച്ചടി ഏത് വിധത്തിലുള്ളതായിരുന്നു എന്നത് ഒന്ന് മനസ്സിലാക്കി നോക്കൂ. അവർക്ക് അവരുടെ സാമ്പത്തിക മികവ് കാരണമായിട്ടോ അല്ലെങ്കിൽ ആൾബലത്തിന്റെ മികവ് കാരണമായിട്ടോ അവർക്ക് വല്ല ചെറുത്തുനിൽപ്പും സാധ്യമായോ? അള്ളാഹുവിന്റെ നടപടി ഉണ്ടായപ്പോ, അള്ളാഹുവിന്റെ ഒരു തിരസ്കാരം ഉണ്ടായപ്പോ, ഇപ്പൊ നക്കീർ എന്ന് പറഞ്ഞാല്, നക്കീറ എന്ന് പറഞ്ഞാൽ അപരിചിതത്വം ഉള്ളത് എന്നാണ് അർത്ഥം. അപ്പൊ അള്ളാഹു അവരെ ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് തള്ളിക്കളഞ്ഞു, തിരസ്കരിച്ചു എന്നതാണ് അതിന്റെ സൂചന. ഇവിടെ അതിന്റെ പ്രത്യക്ഷത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഖുർആൻ വിവർത്തകരൊക്കെ നൽകുന്ന അർത്ഥം ശിക്ഷ എന്നാണ്. അപ്പൊ കൈഫ കാന നക്കീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് പ്രത്യക്ഷത്തില് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ആ പദത്തിന്റെ റൂട്ട് മീനിങ് വെച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോ
അവര് നമ്മുടെ അടുക്കലേക്ക് തിരികെ എത്തിയപ്പോ നാം അവരെ തീർത്തും അപരിചിതരായിട്ട് തിരസ്കരിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതിന്റെ റൂട്ട് മീനിങ് വെച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ്. നെക്കിറയും മാരിഫയും അതുപോലെ മറൂഫും അതുപോലെ മുങ്കറും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പദങ്ങള് ഇതൊക്കെ ഈ റൂട്ടിൽ നിന്ന് തന്നെ വരുന്ന പദങ്ങളാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരികെ എത്തിയപ്പോ അവരെ പരിചയമുള്ള വിധത്തിൽ ഒരു പരിഗണനയും അവർക്ക് നൽകിയിട്ടുണ്ടായില്ല. അവര് തീർത്തും അപരിചിതരായ വിധത്തിലുള്ള തിരസ്കാരമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അല്ലെങ്കിൽ അവര് എത്ര അപമാനകരമായ ശിക്ഷയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നത് ഒന്ന് പരിശോധിച്ചു നോക്കൂ എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. മക്കയിൽ ഇപ്പോൾ നിഗളിപ്പ് കാണിക്കുന്ന സന്താനങ്ങളും സമ്പത്തും ഒക്കെ ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ നിഗളിപ്പ് കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരസ്കരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവർ പുതിയൊരു സംഗതിയൊന്നുമല്ല. ഇവരുടെ പൂർവികര് ഇതുപോലെ തിരസ്കാരം നടത്തിയിട്ടുണ്ട്. അവര് പ്രവാചകന്മാരെ കളവാക്കിയാണ് ഉണ്ടായത്. എന്നിട്ട് അവസാനം എന്താ ഉണ്ടായത്? അവരുടെ സമ്പത്തും ആൾബലവും അവരുടെ സഹായത്തിന് എത്തിയോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. കൈഫ കാന നകീർ. അവരേറ്റുവാങ്ങേണ്ടി വന്ന ശിക്ഷ അല്ലെങ്കിൽ തിരസ്കാരം, തള്ളിക്കളയൽ, അത് എത്ര ഭീകരമായിരുന്നു എന്നത് ഒന്ന് നോക്കി മനസ്സിലാക്കിക്കോളൂ എന്നാണ് അള്ളാഹുവിടെ പറയുന്ന കാര്യം. അപ്പൊ നിങ്ങളുടെ പൂർവികർക്ക് ഈ നാട്യം കൊണ്ട്, ഈ നിഗളിപ്പ് കൊണ്ട് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. അവര് നിങ്ങളെക്കാളൊക്കെ എത്രയോ വലിയ ക്യാമന്മാരായിരുന്നു, എന്നിട്ടും നേട്ടം ഉണ്ടായിട്ടില്ല. എന്നിട്ടാണോ അവരുടെ 10-1 പോലും ദൈവിക അനുഗ്രഹങ്ങള് കരഗതമാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നിങ്ങളുടെ കാര്യത്തില് അത് നേട്ടമുണ്ടാക്കി തരാൻ പോണ്? നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ആൾബലവും കൊണ്ട് നിങ്ങളങ്ങ് അള്ളാനെ തോൽപ്പിച്ച് കളയും എന്നാണോ കരുതുന്നത്? നിങ്ങളുടെ വല്യാപ്പന്മാർക്ക് സാധിച്ചിട്ടില്ല കൂട്ടരെ. നിങ്ങളെക്കാളൊക്കെ വലിയ കേമന്മാരായിരുന്നു നിങ്ങളുടെ വല്യാപ്പന്മാര്, അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് അള്ളാഹുവിടെ പറയുന്നതിന്റെ ചുരുക്കം. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.